ഹലോ ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ ഗംഭീരമായ അപ്ഡേറ്റാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഹോളിവുഡ് അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ അറ്റ്ലിയുടെ അടുത്തൊരു സിനിമയാണ്, സയൻസ് ഫിക്ഷനൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടൊരു മൂവിയാണ് രാഗ. ആ രാഗയ്ക്ക് നായികയായിട്ട് വരും നമ്മുടെ സ്വന്തം ദീപിക പതിക്കോണാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു, ഇതിൻ്റെ ന്യൂസുകൾ നമ്മൾ ഒരുപാട് കണ്ടായിരുന്നു. ഇവർ നമ്മുടെ അമേരിക്കയിൽ പോയി അവിടുത്തെ ടെക്നോളജി ഒക്കെ ഇവർ വീക്ഷിച്ചു, എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാനുള്ളതിനെക്കുറിച്ച്, ആ ടെക്നോളജി ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക, സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ടീമുകളാണ്, കലാതീതമാരൻ ടീംസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സിനിമയുടെ വില്ലനായി ഇവർ പല ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ സ്വന്തം വിൽ സ്മിത്താണ് ഇതിൻ്റെ നായകനേക്കാളും വലിയൊരു വില്ലനായി വരാൻ പോകുന്നത്. കാരണം നായകന് അപ്പോൾ എത്ര പ്രാധാന്യം ഉണ്ട് നോക്കിയോ. കാരണം നായകനെ പ്രധാനമുണ്ട്, പക്ഷേ എന്നാലും വിൽ സ്മിത്ത് വരുന്നതുകൊണ്ട് ഈ സിനിമയുടെ റേഞ്ച് വരേണ്ടത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. കാരണം എന്തായാലും ഇങ്ങനെയൊരു ന്യൂസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം അങ്ങോട്ട് കറങ്ങി നടക്കുന്നത്. എവിടെ നോക്കിയാൽ ഈ ന്യൂസിനെ കുറിച്ച് വലിയ ചെറിയൊരു ഹിൻഡിങ്ങിൽ കിട്ടാതിരിക്കില്ല. കാരണം രാഗ വേഴ്സസ് വിൽ സ്മിത്ത് എന്തെങ്കിലും അടിക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അത്രമാത്രം അല്ലു അർജുൻ വില്ലനായി വരാൻ പോകുന്ന വിൽ സ്മിത്ത് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക്. ഒരു പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു തെലുങ്ക് സിനിമയാണ് ഇൻ്റർനാഷണലി ഇത്ര ഹൈ ആയിട്ട് പോയി കിടക്കുന്നത്. കാരണം ഇത്ര വലിയ കാസ്റ്റിംഗ് കൊണ്ടുവരുന്നതും അവർ അങ്ങനെ റേഞ്ചിൽ പിടിക്കുന്നതും. നമ്മൾ മലയാളികൾ അങ്ങനെ വലിയ കുറ്റമൊന്നും പറയരുത്. മലയാളികൾ എന്താ പറയുക, ഓസ്കാറിൻ്റെ സ്ക്രീനിങ് മ്യൂസിക് അവിടെ ഓസ്കാർ വേദിയിൽ കൊണ്ട്, ഇല്ലെങ്കിൽ മ്യൂസിക് അവൻ്റെ ഇതുണ്ടല്ലോ, മ്യൂസിക് അക്കാഡമി, അവളെ കൊണ്ട് നമ്മുടെ ബ്രഹ്മയോഗത്തിന് സ്ക്രീനിങ് കൊടുത്ത ടീമുകളാണ്. അപ്പം നമ്മൾ ആ ചെറിയ ടീമൊന്നുമല്ല, നമ്മൾ പറ്റാവുന്ന ചെയ്യുന്നു, അത് നമ്മുടെ സിനിമ അവിടെ പ്യുവറായിട്ട് കൊണ്ട് ഇറക്കുന്നു. അവരവിടെ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ട് ആ ഒരു സിനിമ അറ്റൻഷൻ കിട്ടുന്നു എന്ന് ആ ഒരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ഇതൊരു വരുമ്പോൾ വിൽ സ്മിത്ത് വരുന്നതോടുകൂടി ഈ സിനിമയുടെ റേഞ്ച് മാറും. ഇപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു വിൽ സ്മിത്തൊക്കെ ചിലപ്പോൾ കൈ കൊടുക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ നറേറ്റീവ് തന്നെ ചിലപ്പോൾ മാറി വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വേൾഡ് ക്ലാസ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൽ ഇൻവോൾവ് ഓൾറെഡി ആയിട്ടുണ്ട്, അത് ഒന്നുകൂടി ചിലപ്പോൾ കൂടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ, ഹെൻസ്മർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിക്കുന്നതാണ് ഞാൻ വിരിക്കുന്നത്. അതായിരിക്കും ബെറ്റർ. കാരണം ഇവിടുത്തെ ആളുകൾ ഇവിടെ കൊടുക്കാതെ കുറച്ചുകൂടി ഒരു സയൻസ് ഫിക്ഷനൊക്കെ വരുന്ന ഒരു ഇൻ്റർനാഷണൽ ടച്ചോടുകൂടി വരുന്ന രീതിയിലും ഒരു അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ വരികയാണെങ്കിൽ, നമ്മുടെ ഡൂണിനൊക്കെ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ് വരേണ്ടതെങ്കിൽ ഒരു രക്ഷയില്ല, പടം പൊളിക്കും. ഓൾറെഡി അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ഹെൻസ് സിമ്മർ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല ചിലപ്പോൾ ഈ ലോകത്തിൽ ഒരാളുണ്ടാവില്ല തോന്നുന്നു. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കമ്പോസിങ് വരുന്നത് വളരെയധികം ഇൻ്റർനാഷണലി ഫേമസ് ആണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഡൂൺസിലൊക്കെ ആ ഒരു സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ അതൊക്കെ അദ്ദേഹം ചെയ്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒട്ടുമിക്ക മ്യൂസിക്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ടച്ചോട് കൂടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞിട്ട് സമയം പുലിയല്ല, അപ്പോൾ പുലിയൊക്കെ ആ ലെവലാണ്. അപ്പോൾ അദ്ദേഹം ഈ മഹാഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വരുന്നൊരു മഹാഭാരതത്തിലും അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ ഒരു സിനിമയിലും രാഖയിലും വരികയാണെങ്കിൽ സിനിമയുടെ ഒരു വ്യൂ പറയുന്നത് മൊത്തത്തിലൊരു ഇൻ്റർനാഷണലി മാറും. ഇതിൽ സിനിമാറ്റോഗ്രാഫർ ആരാണെന്ന് അറിയത്തില്ല, ഇതിൽ ബാക്കി മ്യൂസിക് ഡയറക്ടർ അറിയില്ല. പക്ഷേ എന്നൊന്നുമില്ല, സയൻസ് ഫിക്ഷൻ ടീംസ് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. കാരണം അവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ്. കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം നമ്മൾ വെറുതെ പരീക്ഷ നടത്തി ഈ പടം പൊടിക്കുന്ന കേട്ട് നല്ലത് അത്രയും ഹൈ റേഞ്ചിലുള്ള ഒരു സംഭവമാണെന്നാണ് ഓൾറെഡി ഇതിലൊരു അഭ്യൂഹങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെക്നോളജി കാണാനായിട്ട് ഇവരെന്നെ ഇവിടെ നിന്ന് അമേരിക്ക വരെ പോവുകയും അമേരിക്കയിലെ ടെക്നോളജി കണ്ടതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്യുകയും ചെയ്ത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള സാധനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സിനിമൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും പല മടങ്ങായിരിക്കും ചിലപ്പോൾ ഇതുവരെ ഇറങ്ങിയ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് ആയിരിക്കും. അതോടൊപ്പം ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നു ഇത് തന്നെയായിരിക്കും. കാരണം അറ്റ്ലി പോലെ ഒരാൾ ചെയ്യുമ്പോൾ ആർക്കും അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് സൗണ്ട് ആവശ്യമില്ല. കാരണം അദ്ദേഹം ചെയ്ത സിനിമകൾ തന്നെ അദ്ദേഹത്തിന് എന്താ പറയുക കൊമേഴ്ഷ്യലാണ്. ആ കൊമേഴ്ഷ്യൽ അദ്ദേഹം നല്ലൊരു അടിപൊളി ചെയ്യും. അത് ആരെ വെച്ച് ചെയ്താലും ഏറ്റവും ബെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വിജയമായിട്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ. അതങ്ങനെയാണ്. പിന്നെ ഷാറൂഖ് ഖാൻ ചെയ്തു. ഷാറൂഖ് ഖാൻ അവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കത് ആസ് യൂഷ്വൽ സ്റ്റോറി, കാരണം പല സിനിമയും അവിടെ നിന്ന് അയാളുടെ സിനിമ അയാൾ അങ്ങോട്ട് ഇവിടുന്ന് എടുത്ത് ചെയ്തെന്ന് തോന്നിയെങ്കിലും പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് ആ സംഭവം ഒന്നും അറിയത്തില്ല. ഈ സിനിമ അവർ കാണാത്തതുകൊണ്ട് അവർക്ക് അതൊരു ഫ്രഷ് ആയ ഒരു പ്രൊഡക്റ്റായിട്ട് അവർ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു രാഗ എന്ന് പറയുന്നത് ചിലപ്പോൾ തേച്ച് എനിക്ക് വരുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഒന്നും ഉണ്ടാവുമെന്നുള്ള ചാൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും സിനിമ ഒരു ഫ്രഷ് ആയിട്ട് വരട്ടെ. കാരണം ഇന്ത്യൻ ഒരു മണ്ണിൽ നിന്ന് ഇത്രയും വലിയൊരു കാസ്റ്റിങ്ങും ഇത്രയും വലിയൊരു സംഭവമൊക്കെ ഉണ്ടാവുമല്ലേ.
അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളെങ്ങനെയും നമ്മൾ കാണാൻ ശ്രമിക്കും. കാരണം അത്രയും വലിയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കില്ല ആദ്യമായിട്ട്. ടെക്നോളജി കാണാൻ വേണ്ടി ഈ സിനിമ കാണില്ല, ടെക്നോളജി ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സിനിമ കണ്ടാൽ മതി. എന്നിരുന്നാലും ഈ സിനിമയ്ക്ക് അപ്ഡേറ്റും അങ്ങനെ തന്നെ. പിന്നെ അവൻ്റെ ദീപിക പതുക്കോളാണ്, അദ്ദേഹം നല്ല രീതിയിൽ ഇൻഡസ്ട്രിയലി ഒരു സിനിമയിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സ്കോറിങ് കൂടി ഇതിന് വലിയത് ഒരു ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് കൂട്ടാനുള്ളൊരു ഘടകമായി അതൊന്നും മാറും. അറ്റ്ലി കാണിച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷേ അറ്റ്ലിനെ കുറിച്ചിട്ട് ഇൻ്റർനാഷണലി പോകുമ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കൂടി വരുമ്പോൾ ഒരു പക്ഷേ ബെസ്റ്റായിട്ട് വരും, അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇപ്പം മൊത്തം ഇന്ത്യ നടക്കുന്നത് മൊത്തം എന്താ ഇങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്രില്യൻസായ സിനിമകൾ കൊണ്ടുവരാം എന്ന രീതിയിലൊരു ടോക്സ് നടത്തുകൊണ്ട് അത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രാജമൗലി സിനിമയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ്, വളരെയധികം ബ്രില്യൻ്റായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മഹാഭാരതം, അപ്പോൾ പിന്നെ ഹരാക്കാം, ഇങ്ങനെ ഒന്നിനൊന്നും ഇങ്ങനെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സിനിമ പ്രേക്ഷകർ നൽകി നമുക്ക് ഒരുപാട് സിനിമകൾ കാണാൻ ഇനിയുണ്ട്. അതും പങ്കുവെച്ച് എന്താ പറയുക, ഇത്രയും വലിയൊരു ഓസ്കാർ ജേതാവൊക്കെയാണ് വരുന്നത് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഹൈപ്പ് മാത്രമല്ല, ഹൈപ്പിൻ്റെ അപ്പുറം നമുക്കൊരു ആകാംക്ഷയാണ് എങ്ങനെ ഇദ്ദേഹം ഇതിൽ ഒപ്പുവെച്ചു. അപ്പോൾ അങ്ങനെ ഒപ്പുവെക്കണമെങ്കിൽ എന്താണ് ഈ സിനിമയുടെ ക്വാളിറ്റി അതൊക്കെ നോക്കില്ലേ. അപ്പോൾ അവർ ഒരിക്കലും ഒരു മാസ് മസാല ആക്ഷൻ സിനിമയിലല്ല അവർ ഉദ്ദേശിക്കുന്നത് അവർ അത്രയും ഈ നിങ്ങൾക്കറിയാം പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പറയുന്ന സിനിമയെല്ലാം കണ്ടിട്ട് നിങ്ങളത് രോമാഞ്ചിഫിക്കേഷൻ അടിക്കുക, ആ ഒരു സാധനം ചെയ്ത വ്യക്തിയാണ് ഈ വിൽ സ്മിത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഏറെ ആകാംക്ഷയുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെയായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഇദ്ദേഹം ഒരു സയൻസ് ഫിക്ഷനൊക്കെ ആയാൽ അതിൽ പറ്റി പല സിനിമയിലും നമുക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഒരു വില്ലനിസ് തന്നെ പല ഷെയ്ഡൊക്കെ ഉള്ളതിൽ. അപ്പോൾ അങ്ങനെ പല ഷെയ്ഡൊക്കെ ഉണ്ടാവുന്ന ക്യാരക്ടറായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹം തന്നെയാണ് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഈ വിൽ സ്മിത്തിൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള സിനിമയുണ്ട് ഇമാൻസിഫിക്കേഷൻ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കും. അൾട്ടിമേറ്റ് സാധനം പറഞ്ഞാൽ അൾട്ടിമേറ്റ് സാധനം, അതൊരു കിഡ് ഷോട്ടൊക്കെ ഉണ്ടായിരിക്കും. എനിക്കിത് കണ്ട് ക്ലിയർ സാധനമാണ്. ഇമാൻസിഫിക്കേഷൻ സിനിമ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു ഗൈസ്, ബെസ്റ്റ് വൺ. ഞാൻ കണ്ടതിൽ വിൽ സ്മിത്തിൻ്റെ ഒരു സൂപ്പർ സിനിമയാണ്. കാരണം അപ്പോൾ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കണ്ട് പല സിനിമയും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അൾട്ടിമേറ്റ് സിനിമയായിട്ട് തോന്നി. ഒരു ക്ലാസ് ലെവൽ വരുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ അതിന് ഗൈസ് നമ്മുടെ ഈ ഒരു ഓസ്കാർ ജേതാവും കൂടി ഈ സിനിമയിൽ കൈ ഓർക്കുമ്പോൾ ഇതിൻ്റെ സിനിമയ്ക്കുണ്ടാകുന്ന വേരിയേഷൻ പറഞ്ഞാൽ അതിഗംഭീരമാണ്. അപ്പോൾ എന്തായാലും അത് ഇന്ത്യൻ മണ്ണിൽ നമ്മുടെ സൺ പിക്ചേഴ്സാണ് കൊണ്ടുവരുന്നത്. കലാനിധന്മാരൻ, അതിൽ നായകൻ അല്ലു അർജുനാണ്. അല്ലു അർജുൻ്റെ റേഞ്ച് എങ്ങനെ മാറുന്നു നമുക്ക് ഇതോടുകൂടി അറിയാൻ പറ്റും. അല്ലു അർജുൻ നല്ല അടിപൊളി ആക്ടറാണ്, സൂപ്പറാണ്, അത് നല്ല സെറ്റപ്പ് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. പിന്നെ ഡയറക്ടർ ആൾ പിന്നെ കൊമേഴ്ഷ്യൽ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകതരം ക്ലാസ്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സിൽ എങ്ങനെ കൊണ്ടുവരണം, രോമാഞ്ചിഫിക്കേഷൻ എവിടെ എത്തിക്കണം, എവിടെ അവരെ കൊണ്ട് കൈയടിപ്പിക്കണം ഒക്കെ അറിയാനുള്ള ഒരു ചെറിയ പയ്യൻ പക്ഷേ വലിയ വിഷനോടുകൂടി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അങ്ങനെയാണ്, ഒരു മാതിരിപ്പെട്ട നമുക്കൊരു കാണുമ്പോൾ പലരുടെയും കണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയല്ല. പക്ഷേ നമുക്കത് കൈയടിക്കേണ്ട നമ്മൾ കൈയടിച്ച് പോകും. അത് മനോഹരമായി ചെയ്യാൻ നമ്മുടെ അറ്റ്ലി കൊണ്ട് സാധിക്കും. അപ്പോൾ അറ്റ്ലിക്ക് എന്തായാലും ഓൾ ദി ബെസ്റ്റ്. രാഗയുടെ ഒരു തരംഗമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങളും ആദ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും.